ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും 5 ഉത്തരങ്ങൾ പറയണം. അങ്ങനെയാണ്. ഇപ്പൊ ആദ്യം നമുക്ക് ചേട്ടനിൽ തുടങ്ങുകയാണെങ്കിൽ ചേട്ടന്റെ പ്രിയപ്പെട്ട 5 കവിതകൾ. ചേട്ടന്റെ പ്രിയപ്പെട്ട 5 കവിതകൾ ആരുടെ വേണമെങ്കിലും ആവാം. അച്ഛൻ്റെ കുറേ കവിതകളുണ്ട്. അതിനു മുമ്പ് ഞാൻ അടുത്തിടയ്ക്ക് പാടിയ അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു വളരെയധികം ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. പിന്നെ ഒന്നായി ഇനി മുഴുവൻ അച്ഛൻ്റെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അല്ല, അത് അയ്യപ്പണിക്കടെ എനിക്ക് പൂക്കാതിരിക്കാനാവില്ല. പുറനാടി എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു കവിതയുണ്ട്. വേലൻ വേലു ഞാൻ പണ്ട് ചൊല്ലിയൊരു കവിത. രാവണഹട്ടം. ശരി, അങ്ങനെ 5 കവിതകളാണ് ഇഷ്ടം. ഇനി രാമായണത്തിലെ 5 അസുര കഥാപാത്രങ്ങൾ. രാവണനെ നമ്മൾ രാവണൻ പോലെ കുറച്ച് നമുക്ക് വായിക്കുമ്പോ കുറച്ച് ദുഷ്ടമാണ് എന്ന് തോന്നുന്ന അങ്ങനെ കുറെ പേരുണ്ടല്ലോ. പെണ്ണും ആണും ഒക്കെ നല്ല ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും നമ്മളൊരു ദുഷ്ടയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് രാവണൻ 1, അപ്പൊ 2 ഇനി വിഭീഷണൻ ദുഷ്ടനല്ല, പക്ഷെ രാവണ വംശത്തിൽ രാക്ഷസ വംശത്തിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ രാവണന്റെ സഹോദരൻ വേറൊരാളും കൂടി ഉണ്ടല്ലോ. പിന്നെ മറ്റേ എന്താണ് ഉറങ്ങുന്ന ആള്, എപ്പോഴും ഉറങ്ങുന്ന ആള്, നിദ്ര. അതെ പിന്നെ ശൂർപ്പണഖ. ഇനി ഒരാളും കൂടി ഉണ്ട്, മരീചൻ. അപ്പൊ അത് കിട്ടി. ഇനി പഞ്ചവാദ്യത്തിലെ 5 ഉപകരണങ്ങൾ. തിമില, മദ്ദളം, ചേങ്ങില, ഇലത്താളം. യെസ്. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ട് ആ ചോദ്യോത്തരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചേച്ചിയിലേക്ക് നമ്മൾ കിടക്കാണ്. ചേച്ചിക്ക് അന്യഭാഷയിലെ ഇഷ്ടപ്പെട്ട 5 പാട്ടുകൾ, മലയാളം അല്ലാതെ ഇഷ്ടമുള്ള 5 പാട്ട്. ഓക്കെ. நேற்றில்லாத மாற்றம் விழியே கதையெழுது ரனாபீத்தி ஜாய் നാം ഗും ജായേഗാ. അഞ്ചായി. ശരി, ഇനി അടുത്തത് 5 ഇഷ്ടപ്പെട്ട പക്ഷികളുടെ ശബ്ദം. അതായത് കാക്ക. ഇത് ശരിയാവില്ല കേട്ടാ. കുയില്. അതൊക്കെ. പിന്നെ പക്ഷികൾ. മയിലറിയില്ല എനിക്ക്. മൈനയ്ക്ക് വല്ല സൗണ്ട് ഉണ്ടോ? മൈനക്കില്ല. കുരുവി. ഇതെന്തൊരു ചോദ്യം! ചുമ്മാ ഒരു ശബ്ദം നമുക്കറിയില്ലല്ലോ. കുരുവി. അന്ന് 5 പക്ഷികളുടെ പേര് വേഗം പറ, ആലോചിക്കാതെ വേഗം 5 പക്ഷികളുടെ പേര്. കുയില്, മയില്, പിന്നെ കാക്ക, തത്ത, പ്രാവ്. ഇനി ബാലചന്ദ്രൻ മേനോൻ സർ ഡയറക്ട് ചെയ്ത 5 സിനിമകൾ. ഇഷ്ടമാണ് പക്ഷേ അണിയാത്ത വളകൾ. പിന്നെ എന്റെ അമ്മു നിന്റെ ചക്കി അവളുടെ തുളസി. കിലുക്കം. ശാന്തി ചേച്ചി അഭിനയിച്ച പടം. അതെനിക്കറിയാം. നോക്കണേ, ഈ ഏപ്രിൽ വെച്ചിട്ട് ഏപ്രിൽ 18, ഏപ്രിൽ 19. വെരി ഗുഡ്, സൂപ്പർ. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് 6 ചോദ്യം 6 ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു രണ്ടുപേരും അതിമനോഹരമായിട്ട്. എനിക്ക് വരാതെ വളരെ ഭാഗ്യം. ശരി, അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ പരിപാടികളും നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പെർഫോമർ വരാനുള്ള സമയമായിരിക്കുകയാണ്. അവരെ വിളിക്കാം. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു മനോഹര ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ? യെസ്. ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗില മാം രാസക്രീഡാ കഥയിലെ നാ
ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈ നീട്ടി നിൽക്കേ. വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈ നീട്ടി നിൽക്കേ. പിന്നിൽ വന്നിൻ കണ്ണുകൾ പൊത്തി നേത്രോൽപലമാല ചാർത്തി അവൻ നേത്രോൽപലമാല ചാർത്തി ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി